ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലയിൽ ഞാൻ എണ്ണയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, കുറേ നാളായി ഞാൻ നീലമരിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നീലമരി ആദ്യം എണ്ണയിട്ടിട്ട് പിന്നെ നീലമരി ഇടും. അപ്പോൾ അങ്ങനെ അതാണ് ഇടാറ്. അപ്പോൾ അതൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യാറ്. അല്ലെങ്കിൽ എണ്ണയിട്ടിട്ട് അതങ്ങ് കഴുകി കളയാറാണ് പതിവ്. മഴക്കാലമൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളൂ. നരച്ച മുടി കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഹെന്നൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഹെന്നൊക്കെ ഇട്ടു. ഞാൻ ഹെന്ന ഇടുന്നതൊക്കെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പിന്നെ അത് സാധിച്ചില്ല. അപ്പോൾ പിന്നെ ഹെന്നൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. എല്ലാം നേരം എടുത്തു. ഒരു 6 മണി ആയിട്ടുള്ളൂ. ഏട്ടന് നേരത്തെ ഓഫീസിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചായ മാത്രം കുടിച്ചാൽ മതി. ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കഴിക്കാറ്. അതായത് അവിടെ എത്തിയതിന് ശേഷം കഴിക്കാറ്. ഇവിടുന്ന് കഴിച്ചു പോകാറില്ല. ഇത്ര നേരത്തെ കഴിച്ചു പോയിട്ട് പിന്നെയും നമുക്ക് വിശക്കുമല്ലോ. അപ്പം എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും ലേറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചു പോകും. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചു പോകും. അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ കഴിക്കും. അതാണ് ഏട്ടൻ്റെ ഒരു റുട്ടീൻ, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മുട്ടും നട്ട്സൊക്കെ ആയിട്ടായിരിക്കും കഴിക്കുന്നത്. അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ചായയൊക്കെ കുടിക്കും. അപ്പം അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. തൃശ്ശൂർ പൂരം അടിപൊളിയായിരുന്നു. ഒരുപാട് നല്ല ചൂടായിരുന്നു. ഹ്യൂമിഡിറ്റി ആയിരുന്നു. ചൂടിനേക്കാളും എന്ന് വെച്ചാൽ മഴക്കാരും ഇതൊക്കെ ആയിട്ട് ഹ്യൂമിഡിറ്റി ആയിരുന്നു. നമുക്ക് അവിടെ നിൽക്കാനൊക്കെ ആയിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല അവസ്ഥയായിരുന്നു. നല്ല ഹ്യൂമിഡിറ്റി ആയിരുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അപ്പോൾ ഇത് കഴിയട്ടെ. അങ്ങനെ നല്ല ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണിമംഗലം ശാസ്താവിൻ്റെ പ്രോഗ്രാം എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് വരിക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കണിമംഗലം ശാസ്താവ് കുടമാറ്റം അതൊന്നും കാണാനായിട്ട് പോയിട്ടില്ല കേട്ടോ. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ കുടമാറ്റമൊന്നും കാണാൻ നല്ല തിരക്കായിരിക്കും. പിന്നെ നമ്മൾക്ക് അവിടെ ചെന്ന് നിന്ന് ടി വിയിൽ ഒക്കെ കാണാം എന്നല്ലാതെ നമുക്ക് അവിടെ ചെന്ന് നിന്ന് കാണൽ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ആരും പോണവരൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞങ്ങൾ പോകാറില്ല കേട്ടോ, കുടമാറ്റം കാണാനൊന്നും പോകാറില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ വെടിക്കെട്ടായാലും അതൊന്നും കേൾക്കാൻ ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ സാമ്പിളിന് കഴിഞ്ഞ വർഷം നമുക്ക് സാമ്പിളിന് പോയത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് വെടിക്കെട്ടൊക്കെ ഒത്തിരി പ്രശ്നമാണ്. പിന്നെ മാത്രമല്ല ഈ കൊല്ലം വെടിക്കെട്ട് ഉണ്ടായിട്ടില്ല. അറിയാലോ, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം നമുക്ക് വെടിക്കെട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ പോയിട്ടുമില്ല. അപ്പോൾ ഏട്ടൻ പോവാൻ നാമം ചൊല്ലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ലേറ്റായിട്ട് എണീറ്റു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുളിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നാമം ചൊല്ലാനായിട്ട് ഇരിക്കുക. അപ്പോൾ ആ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചതും. എന്നിട്ട് ഈ കൊല്ലം വെടിക്കെട്ടില്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് നടന്നത്, ചടങ്ങുകളായിട്ട് മാത്രമാണ് നടന്നത്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു. അപ്പം ഈ ഹ്യൂമിഡിറ്റി നിലനിൽക്കണ കാരണം നമുക്ക് കുറച്ച് ചൂടിന് കുറവുണ്ടെങ്കിൽ ഒരു ഉഷ്ണം, ഭയങ്കര ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എന്താ പറയുക, എല്ലാ വർഷവും ഇനി ചൂട് കൂടി വരികയാണ്. വെള്ളം കുടിക്കണം, കരിഞ്ഞു പോവും, അല്ലെങ്കിൽ ആ അവസ്ഥയിലൊക്കെ എത്തി തുടങ്ങി. പിന്നെ ഇന്നലെ ഞാൻ വൈകിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ പിന്നെ വൈകിട്ട് ടെറസും അടിച്ചു, മുറ്റടിച്ചു. വെച്ചാൽ മഴക്കാരിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മഴ പെയ്യുമോ എന്നുള്ളൊരു ശങ്ക എനിക്ക് വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മുറ്റടിക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ മുറ്റടിക്കാം എന്ന് വിചാരിച്ചു. ടെറസിൽ നിറച്ച് ചവറ് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കാണാറില്ലേ, നമ്മൾ തുണിയൊക്കെ തോരയിടാൻ പോകുമ്പോൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ആ ചവറ് ഇടാൻ, ചേട്ടാ ചായ തിളച്ചാ, വെള്ളം തിളച്ചാ? തിളച്ചു, ഇപ്പോൾ വരാട്ട്. ആ കാരണം ഞാൻ എന്താ പറയുക, ചേട്ടൻ കിച്ചണിലേക്ക് പോണത് കണ്ടി. അപ്പോൾ ഞാൻ ചായ വെള്ളം തിളച്ചിട്ടുണ്ടാവും എന്താണെന്നൊന്നും പറയാതെ പോയി. അപ്പോൾ ഞാൻ ചായ തിളപ്പിച്ചു, അത് ഇറക്കി വെച്ച് പാത്രത്തിൽ ഒഴിച്ചു വെച്ചു.
ഇപ്പോൾ ചേട്ടനെ പോകുമ്പോൾ ചേട്ടൻ ഒരു 7 മണിക്ക് ആവട്ടെ, ഇറങ്ങുമ്പോൾ 7 മണിയൊക്കെ ആവും. അപ്പോൾ 7 മണിയാകുമ്പോഴേക്കും പോകുമ്പോൾ കാര്യങ്ങൾ അത് മതിയല്ലോ എന്ന് വിചാരിച്ചു. അതിൽ ഈ വർഷത്തെ പൂരവും കഴിഞ്ഞു. പിന്നെ ഇന്ന് രാവിലെ ഉണ്ട് കേട്ടോ. ഇന്ന് തൃശ്ശൂർക്കാരുടെ പൂരം എന്നാ പറയാ. രാവിലെ സെയിം ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടാവും. ആദ്യം തൊട്ട് തന്നെ എല്ലാ ചടങ്ങുകളും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഉപചാരം ചൊല്ലി അങ്ങ് പിരിയും, അടുത്ത വർഷം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പിരിയുന്ന ഒരു ചടങ്ങാണ്. അത് നല്ല രസമാണ്. ഞാൻ ഒരു വർഷം കാണാൻ പോയിട്ടുണ്ട്. ഭയങ്കര തിരക്ക്, നമുക്ക് ഒന്നും കാണാൻ സാധിച്ചാൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം നമുക്ക് കാണാൻ. അങ്ങനെ നമുക്കത് നേരിട്ട് കാണാമെന്നുള്ള എന്താ പറയുക, വടക്കുന്നാഥിൻ്റെ ഫ്രണ്ടിൽ, പടിഞ്ഞാറ് നടയിൽ വടക്കുന്നാഥിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവർ നിന്നിട്ടാണ് ഉപചാരം ചൊല്ലി പിരിയുക. ആ സമയത്ത് ഇവർ പോലീസുകാർ, ആ ഒരു കോമ്പൗണ്ട് അതിൽ നിറച്ച് പോലീസുകാരായിരിക്കും. ഒരു വലിയ അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും ഈ എന്താ പറയുക. അപ്പോൾ ഈ പോലീസുകാരിങ്ങനെ കേരളത്തിൽ ഇത്രയധികം പോലീസുകാരോ എന്ന് തോന്നിപ്പോകും. അതേപോലെ പോലീസുകാരുണ്ട് അതൊക്കെ കാണാനായിട്ട്. ആ കാരണം എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ സാധാരണ എല്ലാ ആൾക്കാർ കാണാൻ നിൽക്കുന്നവരൊന്നും കഴിയാതെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഇവർ കൂളായിട്ട് നിന്ന് സുഖമായിട്ട് കാണും. പൂരവും എല്ലാം വെടികെട്ടും കുടമറ്റും ഒക്കെ പോലീസുകാർ നന്നായി കാണാൻ പറ്റും. പിന്നെ അവർ കണ്ടോട്ടെ, എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് പിന്നെ അവരെന്നെയല്ലോ അത് വിചാരിച്ചിട്ട് നമ്മളൊക്കെ കിടന്ന് ഏതിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയി നിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സാറേ എന്ന് വിളിച്ചിട്ട് കരയണ്ടല്ലോ വെറുതെ. അപ്പോൾ നമ്മൾ നീങ്ങി നിന്ന് കാണാം. പിന്നെ ആ സൂയൊക്കെ അങ്ങോട്ട് സഹിക്കുക അത്ര തന്നെ. പിന്നെ അവർക്ക് നന്നായി കാണാൻ പറ്റും എന്നുള്ള ഒരു ഇത്. അല്ലെങ്കിൽ നമ്മളില്ല സാറേ എന്ന് വിളിക്കുന്ന വെറുതെ അവരോ പോലീസുകാർ നിൽക്കണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്നാലും ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്. പോലീസുകാർക്ക് മാത്രം കാണാനാണ് പൂരം എന്നാണ് സ്വതവേ പറയുക. അപ്പം അങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ സ്കിന്ന് ഇങ്ങനെ ചില വേനൽക്കാലത്ത് ഓയിലി ആയിരിക്കും, മഞ്ഞുകാലത്ത് ഡ്രൈ ആയിരിക്കും, മഴക്കാലത്ത് സാധാരണ സ്കിന്നായിരിക്കും. എൻ്റെ സ്കിന്നിനുള്ള ഇതാണ്. വേനൽക്കാലത്ത് നല്ല ഓയിലി ആയിട്ടിരിക്കും. മഞ്ഞായി കഴിഞ്ഞ് അങ്ങനെ നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഈ എന്താ പറയുക ഭയങ്കര ചൊറിച്ചിലും ഇതൊക്കെ ആയിരിക്കും. ഒരു അസ്വസ്ഥതയാണ് നമുക്ക് ഈ ഒരു സംഭവം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഞാൻ ഇത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ പുതപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എത്ര ചൂടുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും മഞ്ഞായാലും ഒക്കെ ഇതെൻ്റെ കൂടെ ഇങ്ങനെ എപ്പോഴും ഈ പുതപ്പ് ഇങ്ങനെ ഉണ്ടാവും എൻ്റെ കൂടെ. എന്താ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ എന്നിട്ട് പറയാൻ വന്ന അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ. കാരണം നമുക്ക് ടി വിയിൽ കാണുകയാണെങ്കിൽ വെയിലുമില്ല മഴയുമില്ല, സമാധാനമായിട്ട് ഇരിക്കാം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ തൃശ്ശൂർക്കാരുടെ പൂരമല്ലേ എന്ന് നമ്മൾ നാട്ടിലൊരു പൂരം നടക്കുമ്പോൾ ഒന്ന് വെറുതെങ്കിലും നീന്തി വലിഞ്ഞൊക്കെ നോക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ പോകുന്നു. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ ചമയം കാണാനൊന്നും പോയിട്ടില്ല. എല്ലാത്തിനും ഒരു ശോകമുഖമായ ഒരു അന്തരീക്ഷമായിരുന്നു. നമുക്ക് എന്ന് മാനസികമായിട്ട് എന്തോ സങ്കടം വരുന്ന ഒരവസ്ഥയായിരുന്നു. ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യത്തെ പൂരത്തിന്. ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ കൊടിമരം ഞാട്ടിയതിന് ശേഷമാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് നമുക്ക് അത്ര നന്നല്ല. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ വടക്കുന്നാഥനിലെ നെയ്മല ഇടിയ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, നെയ്മല ഇടിയ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനൊക്കെ ന്യൂസിൽ കേട്ടപ്പോഴാണ് എന്തിനാണല്ലേ ഇങ്ങനെ ഒളിച്ചു വെക്കും. നമ്മളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഇപ്പോൾ ഇത് ദേവസ്വം ഒളിച്ചു വെച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർ ഒളിച്ചു വെച്ചു, എന്തിനാണ് അങ്ങനെ ഒളിച്ചു വെക്കേണ്ട ആവശ്യം? നമ്മളുടെ ആചാരം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിശ്വാസങ്ങൾ അല്ല, അവിടെ ആ വിശ്വാസങ്ങളിലൂടെ നമുക്ക് ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ജീവിക്കണം. ഇത് അതിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് സത്യം പറഞ്ഞാൽ ഈ അവിശ്വാസികൾ വന്ന് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അത് ഞങ്ങളുടെ രീതിയിലാണ് അതായത് കൂടുതൽ പറയാന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിത രീതി ഞങ്ങളുടെ വിശ്വാസങ്ങളിലൂടെ നിങ്ങൾ പോകണം എന്ന് പറയണത് അതുമാണ് ഇഷ്ടപ്പെടാത്തത്. ഈ എന്താ ഭാരവാഹികളായിട്ട് ഇരിക്കുന്ന ചില അവിശ്വാസികളുടെ പ്രവൃത്തികളെ കൊണ്ടാണ് ഇതുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്.
അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ എന്തുണ്ടെങ്കിലും നമ്മളായിട്ട് ഷെയർ ചെയ്യും. നമുക്ക് അവിടെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മൾ നെയ്മല ഇടിഞ്ഞു എന്നൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും തന്നെ പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ വരും. അപ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്യും. അതിനുള്ള പലപ്പോഴും നെയ്മല ഇടിയുമ്പോൾ നമുക്ക് പല അപകടങ്ങളും അതൊക്കെ വരാറുണ്ട് കേട്ടോ. നെയ്മല ഇടിയുന്നത് ഏത് ഭാഗത്താണോ നെയ്മല വടക്കുന്നാഥൻ നെയ്മലയ്ക്കുള്ളിലാണല്ലോ. അപ്പോൾ നെയ്മല ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഇടിയുമ്പോൾ അത് ഏത് സ്ഥലത്താണ് ആ ഭാഗങ്ങളിലേക്ക് അപകട സാധ്യതകളുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പല്ലേ, ഒരു മുന്നറിയിപ്പിനാണ് വടക്കുന്നാഥൻ അങ്ങനെ ചെയ്യുന്നതിനുള്ള നമ്മുടെ എന്താ പറയുക, ഞാൻ ചെറുപ്പം തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടുവരുന്ന ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ എതിർക്കുന്ന ഒരു, അതായത് അതായത് മണ്ടന്മാരുടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു ഭാരവാഹികളായിരിക്കും ഈ ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അതാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അവിടെയുള്ളവരെ നമ്മൾ അറിയിക്കണം. നമ്മൾ അവിടുത്തെ ആൾക്കാരെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് അറിയിച്ചില്ല എന്നുള്ളൊരു ഇത് എത്ര മോശം, എത്ര ക്രൂരമായ മനസ്സായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ അമ്പലങ്ങളിൽ വരുന്ന കാശെടുക്കാനാണോ എല്ലാവരും നിൽക്കുന്നത്? അതുമാത്രമാണ് അവരുടെ ഇത്. അതുകൊണ്ട് നമ്മൾ വിശ്വാസികൾ ഒരിക്കലും അകത്തോട്ട് കയറരുത് എന്നുള്ള ഒരു തീരുമാനമുള്ള പോലെയാണ്. അങ്ങനത്തെ ഒരു കൂടുതൽ ഞാൻ കുറച്ച് കൂടുതൽ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതല്ല, നമുക്ക് വില ഇതാക്കി മാറ്റുമുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ പെരുവനത്തിൻ്റെ കാര്യം ഈ ഒരു വെടിക്കെട്ട് അപകടം നടന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അറിയുന്നത്. ഭയങ്കര വിഷമമായിപ്പോയി. നമുക്ക് ഒരു അപകടത്തിൽ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. വരാൻ എന്നുള്ളത് വഴിയെ തങ്ങില്ല എന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷെ ആ ഒരു അപകടം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ നമുക്ക് മുൻകൂട്ടി ഇന്നത് ഉണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം, നെയ്മല ഇടിഞ്ഞു, അത് ഇന്നതാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മുടെ ബോധത്തിലേക്ക് വരും. നമ്മൾ എന്ത് കൂട്ടമായിട്ട് ഈ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായതുകൊണ്ട് നമുക്കത് നമ്മുടെ ബോധത്തിലേക്ക് വരും. ഇങ്ങനൊരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ 2 പ്രാവശ്യമാണ് നെയ്മല ഇടിഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു സൂചനകളാണ് വടക്കുന്നാഥരായ. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പണ്ടുകാലം മുതലേ ജീവിച്ചു വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ഭാരവാഹികളെ കണ്ടിട്ടല്ല, നമ്മൾ ചെറുപ്പം തൊട്ട് വളർന്നു വലുതായിട്ട് നമ്മുടെ തലമുറകളും നമ്മുടെ മുൻപിലുള്ളവരൊക്കെ ഈ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ചിന്തകളും അതത് അന്ധവിശ്വാസമാണ്. ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മുടെ വിശ്വാസത്തെ അത് നമ്മുടെ വിശ്വാസം, അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നമ്മളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉന്നത കുലത്തിലിരിക്കുന്നവർക്ക്, ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിശ്വാസങ്ങൾക്കൊപ്പം നമ്മൾ ജീവിച്ചു പോകും. അത് പക്ഷെ അമ്പലത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പറയാഞ്ഞത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ നെയ്മല ഇടിഞ്ഞ കാര്യം നമ്മൾ ആരും അറിയിക്കാണ്ട് ഇരുന്നു. അങ്ങനെ അത് പിന്നെ അതുപോലെ കൊടിമരം കയറിയിട്ട് കൊടിമരം നാട്ടിയതിന് ശേഷമാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ പൂരം വരാൻ 2-3 ദിവസം മുൻപാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അതൊക്കെ ഒരു ദുസ്സൂചനയായിരുന്നല്ലോ. അപ്പം നമുക്കതിൻ്റെ എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾക്കറിയാം. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ നെയ്മല ഇടിഞ്ഞിട്ട് ഇന്ന ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് എന്താ പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ നമുക്കിങ്ങനെ പറയും, നമ്മൾക്കറിയാം. അപ്പം എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഈ തൃശ്ശൂർക്കാരൊക്കെ ജീവിച്ച് ഇത്രയും കാലം വന്നിട്ടുണ്ടായിരുന്നത്. അതിലുള്ള വിശ്വാസമുള്ളവരാണ് തൃശ്ശൂരിലുള്ളവരും. എത്ര വിശ്വാസികളാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ളവരാണ് ഈ തൃശ്ശൂരുള്ളവർ. അപ്പം അതാണ്. അപ്പം ഞാൻ ഈ ഹെന്ന ഇട്ടു. ഇനി ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ കുളിക്കുള്ളൂ. ഞാൻ 10 മണിയായിട്ടോ കുളിക്കുള്ളൂ. അപ്പം അതുവരെ ഇങ്ങനെ ഇരിക്കണം. കണ്ണാടമൊക്കെ ആയി. കണ്ണട വയ്ക്കും. കണ്ണട വെച്ചില്ല എന്ന് വെച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല. എനിക്ക് കണ്ണ് ഒരു ചെറിയ പ്രശ്നം, ചെറുതല്ല ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ട്രീറ്റ്മെൻറ്റിന് പോകണം. അതിനുള്ള സമയം വരാൻ വേണ്ടി കണ്ണായതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം. നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ അജിന്തി പിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.